നമ്മള് വന്നു കേറിയപ്പോ തന്നെ പൊയ്ക്കോ പൊയ്ക്കോന്ന് ആ പെങ്കൊച്ചൊരു 1000 തവണ പറഞ്ഞതാ. നമ്മളത് കേട്ടില്ല. അതിനുള്ള ശിക്ഷയായത്. അച്ഛാ, നമ്മൾ മാത്രം ഇറങ്ങി പോകുന്നത് ശരിയല്ല. നമ്മുടെ കൺമുമ്പിൽ വെച്ച് ചേച്ചി ഇത്ര നാണം കെടുത്തുന്നുണ്ടെങ്കിൽ നമ്മളില്ലാത്തപ്പോ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് ചേച്ചിയെ വിളിച്ചോണ്ട് ഇറങ്ങിയാലോ? എന്തേ 6 മാസത്തെ കണക്ക്? ആരെ സഹായിക്കാനാ ചേച്ചി ഇവിടെ നിൽക്കുന്നേ? നീ ഒന്നും മിണ്ടാതിരിക്കും മോളെ. എല്ലാരും കൂടി മിണ്ടാതിരുന്നിട്ടാ അവർക്ക് ഇത്ര അഹങ്കാരം. കാർത്തു, ഒന്നും മിണ്ടാതെ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോവാം. ഒരു സംസാരവും വേണ്ട. വാ, നടക്ക്. അച്ഛാ, കഴിക്കാനെടുത്ത ഉരുള പോലും നിലത്തിടേണ്ടി വന്നു അല്ലേ? സാരമില്ല മോളെ. മാഡം മാത്രമല്ലേ അങ്ങനെ പെരുമാറിയുള്ളൂ. വലിയ സാറും സൂര്യ സാറും ഒന്നും അങ്ങനെ ചെയ്തില്ലല്ലോ. എന്ത് ചെയ്തില്ലെന്ന്? തിന്നുന്നിടത്ത് നമ്മൾ ഇറക്കി വിടുമ്പോ വലിയ സാർ അവിടെ ഇല്ലായിരുന്നോ? എന്തെങ്കിലും പറഞ്ഞോ? എതിർത്തോ ചേച്ചി? ചേച്ചി അവിടെ നിൽക്കുന്നത് ആപത്താ. അവര് ചേച്ചി എന്തെങ്കിലും ചെയ്യും. ചേച്ചി ഞങ്ങളുടെ കൂടെ വാ. തിരിച്ച് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. അതെ ചേച്ചി, ആളുകൾ കളിയാക്കുന്നെങ്കിൽ കളിയാക്കിക്കോട്ടെ. മുത്തശ്ശി അച്ഛനും പറയുന്ന പോലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോന്നെങ്കിൽ നിന്ന് പൊയ്ക്കോട്ടെ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ചേച്ചിയാ വലുത്. എനിക്ക് നിങ്ങളല്ലേ വലുത്. നിങ്ങളെ കുറിച്ചല്ലേ ചേച്ചിക്ക് ഓർക്കാനുള്ളൂ. അച്ഛാ, നമുക്ക് ഏതേലും കടയിൽ കയറി ഭക്ഷണം കഴിക്കാം. അതൊന്നും വേണ്ട മോളെ, ഇനി ഇറങ്ങില്ല. ഒരു വിഷയമായിട്ട് വിശന്ന വയറുമായിട്ട് നിങ്ങൾ തിരിച്ചു പോയാല് എനിക്ക് സമാധാനം കിട്ടുമോ മുത്തശ്ശി? ഒന്ന് പറയൂ മുത്തശ്ശി. എവിടെന്നെങ്കിലും കഴിക്കാൻ സുദേവ. വെറുതെ അവളെ കരയിക്കണ്ട. നമ്മളൊന്നുമില്ലാത്തവരാ. ഒന്നുമില്ലാത്തവരുടെ വിഷു തെരുവിലല്ലേ? അങ്ങനെ കൂട്ടിയാ മതി. വാ മക്കളെ. ചേട്ടാ, കഴിക്കാൻ എന്താ ഉള്ളത്? ദോശ ഓംലെറ്റും വേണമെങ്കിൽ തരാം. ഇന്ന് വിഷു ആയതുകൊണ്ട് വേറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ദോശ മതി. എന്നാ അകത്തേക്ക് ഇരുന്നു. വാ.